അതിൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലേക്കാണ് സ്വത്ത് പോവുക, അതുകൊണ്ട് അത് അവർക്കില്ല. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മാത്രം എന്തുണ്ടാവുള്ളൂ, ആ സ്വത്ത് കറങ്ങി നടക്കുള്ളൂ. കുറേ സ്വത്തുണ്ടെങ്കിൽ കുറേ തലമുറകളോളം എന്ത് ചെയ്യും, ആ സ്വത്ത് ഇങ്ങനെ മാറി 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 വരും. അതാണ് ഇസ്ലാമിൻ്റെ കണക്ക്. എന്തുകൊണ്ട് അല്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ പറഞ്ഞത് 4 മസലയാണ്. ഒന്ന്, അനന്തരം കിട്ടാൻ കാരണമാകുന്ന 3 കാര്യങ്ങൾ. 2, അനന്തരം തടയപ്പെടുന്ന 3 കാരണങ്ങൾ. 4, അനന്തരം കിട്ടുന്ന ആണുങ്ങൾ. 4, അനന്തരം കിട്ടുന്ന പെണ്ണുങ്ങൾ. ഈ 4 മസലയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, അത് പഠിക്കുക, അത് മനഃപ്പാഠമാക്കി വെക്കുക. എന്നാലും എന്തായാലൂ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പരിപൂർണമായി പഠിച്ച് മനസ്സിലാക്കാൻ അത് ജീവിതത്തിൽ